ഇപ്പോൾ സായി കൃഷ്ണൻ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. സായി, ഇപ്പോൾ സംഘപരിവാർ അനുകൂലിയായ നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന പാനലിസ്റ്റ് ഇ എൻ നന്ദകുമാർ പറയുന്നു ഇതെന്തായാലും ലൂസിഫറിന്റെ രണ്ടാം ഭാഗമല്ല. അദ്ദേഹം അത് ആവർത്തിച്ച് പറയും ഇത് ഞങ്ങളുടെ ലൂസിഫർ അല്ല എന്ന് പറയണം. അപ്പോൾ എന്താണോ ലൂസിഫർ കണ്ട് ഓരോ പ്രേക്ഷകനും മനസ്സിൽ വിചാരിച്ചിരുന്നത്, രണ്ടാം ഭാഗത്തിൽ അവർ എന്തൊക്കെയാണോ പ്രതീക്ഷിച്ചത് അവിടെ നിന്നൊക്കെ ഒരുപാട് മാറിപ്പോയി എന്നതാണ് ഈ ചിത്രത്തെക്കുറിച്ച് വരുന്ന ഒരു നിരീക്ഷണം എന്നത്. അത് എല്ലാവരും ആ രീതിയിൽ ഉൾക്കൊള്ളുന്നില്ല എങ്കിൽ പോലും കുറെ പേർക്കെങ്കിലും അങ്ങനെ ഒരു വികാരമുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മുടെ ഈ ചർച്ചയിൽ ഉയർന്നു വന്ന മറ്റൊന്ന്, പൃഥ്വിരാജ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം അതിൽ കലർത്തിയിരിക്കുന്നു. അത് പ്രൊമോഷന്റെ സമയത്തോ മറ്റൊരു സമയത്തോ പുറത്തുവിടാതെ ഒളിച്ചു കടത്തിയിരിക്കുന്നു ഈ ചിത്രത്തിലൂടെ പൃഥ്വിരാജിന്റെ രാഷ്ട്രീയം എന്നതാണ്. സായി കൃഷ്ണൻ എങ്ങനെയാണ് അതിനെ കാണുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ, ഇ എൻ നന്ദകുമാർ എന്ന് പറഞ്ഞ വ്യക്തി ഇവിടെ വന്നിരുന്നിട്ട് കാര്യങ്ങൾ പറയാം, പക്ഷെ പൃഥ്വിരാജിന്റെ നട്ടെല്ലെണ്ണാനോ അല്ലെങ്കിൽ പൃഥ്വിരാജിന്റെ നട്ടെല്ലിനെ കുറിച്ച് ചോദിക്കാനോ ഒരു സിനിമ ഇറങ്ങിയതിനു ശേഷം ഈ വ്യക്തി എന്തിനാ അത് ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ട് എനിക്കൊരു ഐഡിയ ഇല്ല. ഇതിനൊരു നട്ടെല്ലിന്റെ പ്രശ്നമല്ല. ഒരു സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ആ സിനിമയെ കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള ക്ലൂകൾ ആ സിനിമയുടെ പ്രൊമോഷൻ മെറ്റീരിയൽസിനുണ്ട്. ഇ എൻ നന്ദകുമാർ എന്ന് പറഞ്ഞ വ്യക്തി ഈ സിനിമയുടെ ഈ ഒരു ട്രെയിലറോ ഒരു പോസ്റ്ററോ കണ്ടിട്ടുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ അത്യാവശ്യം ലൂസിഫറിനെ കുറിച്ചിട്ട് ഇത്തിരിയെങ്കിലും പഠനം നടത്തിയിട്ടുണ്ടെങ്കിൽ ലൂസിഫറിൽ ഉണ്ടായിരുന്ന പൊളിറ്റിക്സ് എന്താണെന്നും എമ്പുരാൻ വരുമ്പോൾ അതിൽ കാണിക്കാൻ പോകുന്ന പൊളിറ്റിക്സ് എന്താണെന്നുള്ളതും ഇതിന്റെ ട്രെയിലർ ഇറങ്ങിയ സമയത്ത് അതിൽ കൃത്യമായിട്ട് ഉണ്ടായിരുന്നു സാർ. അപ്പൊ അത് കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നുള്ളത് നിങ്ങളുടെ പ്രശ്നമാണ്. അല്ലാതെ നിങ്ങൾ സിനിമ ഇറങ്ങി എല്ലാം കഴിഞ്ഞ് അതിൽ രാഷ്ട്രീയം പറയുന്നുണ്ട്, അതിൽ ഞങ്ങളെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇത് മറ്റേ പരിപാടിയാണ്. CID മ്യൂസിയലുണ്ടല്ലോ, ഇത് എന്നെയാ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ടല്ലോ ജഗതി, നമ്മളെ ഇങ്ങര് ജഗതി. അതേപോലെയാണ് ഇത് ഞങ്ങളെ പറഞ്ഞു എന്ത് പറഞ്ഞു സാർ? നോർത്ത് നിന്നൊക്കെ പ്രൊപ്പഗണ്ട മൂവി ഇവിടെ ഇറക്കി വിടുന്ന സമയത്ത് ഇതേ സംഘപരിവാർ ബെൽറ്റുകൾ പറഞ്ഞിരുന്നത് എന്താ? ഇതൊരു സിനിമയായിട്ട് കാണണം, ക്രിയേറ്റീവ് സ്പേസ് ആണ്, സ്വാതന്ത്ര്യമില്ലേ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കലുണ്ടല്ലോ. ഇപ്പൊ നോർത്ത് നിന്ന് വരുന്ന പ്രൊപ്പഗണ്ട സിനിമകൾക്ക് നിങ്ങൾക്ക് അങ്ങനെ ഒരു വർത്താനം, ഇവിടുന്ന് നമ്മളൊരു പ്രൊഡക്റ്റ് വരുന്ന സമയത്ത് അതിനകത്ത് ഇതേപോലെ ആ സിനിമ ഞാൻ കണ്ടതാ രാവിലെ, അതിനകത്ത് 3 പാർട്ടികളെയും ഒരുപോലെ കുത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയെ അടക്കം പറയുന്ന പല എലമെന്റുകളും വളരെ പ്രത്യക്ഷത്തിൽ അതിൽ കാണുന്നുണ്ട്. അവർക്ക് ആർക്കും ഇല്ലാത്തൊരു ഒരു അസഹിഷ്ണുതയുടെ ഫേസ് എന്തിനാണ് സംഘപരിവാറിന് വരുന്നത്? എന്തിനാണ് ഇവിടുത്തെ നേതാക്കന്മാർക്ക് ഇത്ര പൊള്ളുന്നത്? പൃഥ്വിരാജിന്റെ നട്ടെല്ലെണ്ണൻ ഇവരൊക്കെ ആരാ? പൃഥ്വിരാജ് അയാൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസയ്ക്ക് അയാൾ നല്ലൊരു പ്രൊഡക്റ്റ് എടുത്തു. സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ഈ സിനിമ ഇങ്ങനെയാണ്, ഇതിൽ രാഷ്ട്രീയം പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അന്ന് എന്ത് ചെയ്തിരുന്നു? ഇന്നീ പറഞ്ഞ് നിങ്ങൾ അന്ന് പറയില്ലേ? ഇപ്പൊ നിങ്ങൾ പറയുന്നു ഇതിന്റെ സോഴ്സ് അറിയണം, ഇപ്പൊ നിങ്ങൾ പറയുന്നു ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്ത പൈസയുടെ അളവ് നിങ്ങൾക്ക് അറിയണം എന്ന് നിങ്ങൾ പറയുന്നു. അപ്പൊ നിങ്ങൾ അത് അന്നേ ചോദിച്ചിട്ട് ഈ പ്രൊഡക്റ്റ് നിങ്ങൾ ഇറക്കാൻ സമ്മതിക്കാത്തൊരവസ്ഥയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയിരുന്നല്ലോ. ആൻഡ് ഈ പറഞ്ഞ പോലെ ഇതേ സെൻട്രൽ ഗവൺമെന്റ് അടിയിലുള്ള സെൻസർ ബോർഡാണല്ലോ കൊണ്ടുപോയി സെൻസർ ചെയ്യുന്ന സമയത്ത് എന്തുകൊണ്ട് പറഞ്ഞില്ല, തടഞ്ഞില്ല? അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ് ഇറങ്ങുന്നു, ഒരു സിനിമയായിട്ട് കാണുക. പ്രൊപ്പഗണ്ട സിനിമയാണെന്നുണ്ടെങ്കിലും ഏതൊരു സിനിമയാണെന്നുണ്ടെങ്കിലും ഒരു ക്രിയേറ്റീവ് സ്പേസിൽ ഇരുന്നു കൊണ്ട് ആ സിനിമയുടെ റൈറ്റർക്കും ആ സിനിമയുടെ ഡയറക്ടർക്കും പറയാനുള്ള കാര്യങ്ങൾ ജനങ്ങളിൽ എത്തിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾ ഏറ്റെടുത്തോ ഇല്ലേ, അത് മാത്രമേ ഉള്ളൂ. അതിനകത്തുള്ള രാഷ്ട്രീയം നിങ്ങൾക്ക് കീറി മുറിക്കാം, രാഷ്ട്രീയ സിനിമകൾ വരും, അത് നമുക്ക് എന്ത് ചെയ്യാം, ഓഡിറ്റ് ചെയ്യാം, എല്ലാം ചെയ്യാം. പക്ഷെ ചെയ്യുന്നത് കൊണ്ട് ഒരു പ്രൊഡക്റ്റിനെ നിർത്തണം. ഈ പ്രൊഡക്റ്റിന് കാണിക്കരുത്, ഇത് ബാൻ ചെയ്യണം, ഇത് ഇനി ആരും കാണരുത് എന്നുള്ള ഒരു മാസമായിട്ടുള്ള ഒരു സാധനം നിങ്ങളെ നേതാക്കന്മാർ എങ്ങനെ ഇട്ട് കൊടുക്കും? പലരുടെ പേജിലും ഇന്ന് അതാ കാണുന്നത്, ബുക്കിംഗ് ക്യാൻസൽഡ്. ഞങ്ങളിത് കാണില്ല, രാജ്യസ്നേഹമുള്ളവരാരും ഇത് കാണില്ല. രാജ്യസ്നേഹം ഈ സിനിമയും തമ്മിൽ എന്ത് വന്നു? പിന്നെ ഇവർ ഈ പറയുന്ന എലമെന്റുകൾ ഇതിനകത്ത് പറയുന്നു, ഗുജറാത്ത് കലാപം പറയുന്നു, ട്രെയിനിന്റെ കാര്യം പറയുന്നു. സാർ, ഈ എലമെന്റ് കൂട്ടി വായിച്ചത് നിങ്ങളല്ലേ? ഈ സിനിമയിലെ വില്ലനെ നിങ്ങളുടെ നേതാവിനെ ആയിട്ട് ഉപമിച്ചത് നിങ്ങളുടെ ഈ പോസ്റ്റ് ഇടുന്ന നേതാക്കന്മാരാണ്. അല്ലാതെ ഇത് എഴുതിയ മുരളി ഗോപിയോ ഇത് കാണിച്ചെന്ന പൃഥ്വിരാജോ എവിടെയും പറഞ്ഞിട്ടില്ല ഇത് നിങ്ങളെ നേതാവാണെന്നുള്ളത്. അപ്പൊ ഏതോ വഴിക്ക് പോകുന്ന കിളീനെ ഏണി വെച്ച് പിടിച്ച് കയറിയിട്ട് എന്നാ ഞാനും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഏറെക്ക് പോകുന്ന അവസ്ഥയാണ് ഇപ്പൊ സംഘപരിവാർ ബെൽറ്റുകൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു സിനിമ ഇറങ്ങിയ അത് ഒരു ഇൻഡസ്ട്രിക്കകത്ത് വരാൻ പോകുന്ന ഒരു മാറ്റം, ഇത്രയും വലിയൊരു സിനിമ, ഈ സിനിമ നമ്മുടെ ഇൻഡസ്ട്രിക്ക് കൊണ്ടുവരാൻ പോകുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ്, ഒരു സിനിമ കൊണ്ട് ഇൻഡസ്ട്രിക്ക് തന്നെ വലിയൊരു മാറ്റം വരുമ്പോൾ ഈ രീതിയിലുള്ള പ്രവണതകൾ ഒട്ടും എനിക്ക് യോജിക്കാൻ പറ്റിയ ഒരു കാര്യമല്ല. എനിക്ക് ഈ സിനിമ എത്രയോ ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. ഞാൻ രാവിലെ അത് എന്റെ അഭിപ്രായം പറഞ്ഞു, ഞാൻ രണ്ടാമതും ഈ പടം കാണാൻ പോവായിരിക്കുക. കാരണം ഇത് ഒറ്റവട്ടം കണ്ടാൽ മാത്രം മാനസിലാവുന്ന ഒരു പടമല്ല, ഒരുപാട് ഇന്റർ മീനിങ്സും കാര്യങ്ങളും ഉണ്ട്. ഇപ്പോ പൃഥ്വിരാജിന് എതിരെ ഉള്ള ഭാര്യൻ കുന്നൻ പരാമർശമൊക്കെ വരുമ്പോൾ അതിന് താഴെയൊക്കെ ഉള്ള ഒരു കമന്റ് വായിച്ചാൽ തന്നെ നമുക്ക്
അറിയാം ആരെയൊക്കെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് എന്ന്. അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് ക്ഷണം കിട്ടിയിട്ടും സുഡാപ്പികളെ പേടിച്ച് പോകാതിരുന്ന ഒരു ഭീരുവാണ് മോഹൻലാൽ എന്ന് ഒരാൾ അതിന്റെ താഴെയൊക്കെ കമന്റ് ചെയ്തിരിക്കും. അപ്പോൾ മോഹൻലാലിന്റെയും ടാർഗറ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരൊറ്റ ചിത്രത്തോടു കൂടി. നമുക്ക് സാധാരണ നിലയിൽ പറയുന്നത് മലയാള സിനിമയിൽ മോഹൻലാൽ സംഘപരിവാർ അനുകൂലിയാണ്, അല്ലെങ്കിൽ സംഘപരിവാർ സംഘടനകളുമായി ബന്ധം പുലർത്തുന്ന ആളാണ് എന്ന ഒരു പ്രതിച്ഛായ ആയിരുന്നു മോഹൻലാലിനെങ്കിൽ ഒരൊറ്റ സിനിമയോട് കൂടി തന്നെ സംഘപരിവാർ വിരോധിയായി മോഹൻലാലിനെ ചാപ്പ കുത്തുന്നത് കൂടി നമുക്ക് കാണാം. ഇങ്ങനെയാണോ സമീപനം ഉണ്ടാകേണ്ടതെന്ന് തന്നെയാണ് നമ്മൾ പരിശോധിക്കുന്നത്. രണ്ടാം ഭാഗത്തിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം.